ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ വാഗമൺ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഈരാറ്റുപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമൺ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ്. ലോകത്തിലെ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പ്രകൃതി രമണീയമായ വാഗമൺ സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു വാഗമണും കോലാഹലമേടും. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇൻഡോസിസ് പ്രൊജക്റ്റിൻ്റെ കന്നുകാലി വളർത്തൽ കേന്ദ്രം മാത്രമായിരുന്നു. പിന്നീട് വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിക്കുകയും വ്യത്യസ്ത മീഡിയാസിലൂടെ മനോഹരമായി സ്ഥലത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയും ചെയ്തതോടെ വാഗമണിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും പുൽത്തകിടികളും നിറഞ്ഞുയരുന്ന മഞ്ഞും ഷോളമലകളും വാഗമണിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്നു. തീർത്ഥാടക പ്രാധാന്യമുള്ള തങ്ങൾപാറ, മുരുകൻപാറ, കുരിശുമല എന്നീ 3 മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വാഗമണിൻ്റെ അടിവാരം തീക്കോയി വരെ നീണ്ടുകിടക്കുന്നു. ദീപാവലി അവധിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ വാഗമണിലെത്തിയത്. ഞായറാഴ്ച നേരത്തെ എത്തി കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എത്തിയപ്പോഴേക്കും വൈകിപ്പോയി. കോട കാരണം ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിഞ്ഞില്ല. ₹13,000 ചെലവ് വരുന്ന ലക്ഷറി സ്റ്റേ മുതൽ 1,700 ചെലവ് വരുന്ന സാധാരണ സ്റ്റേയും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തൊരു റിസോർട്ടിൽ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നെങ്കിലും തണുപ്പും യാത്രാക്ഷീണവും മൂലം ഞങ്ങൾ പോയില്ല. തണുപ്പുണ്ടായിരുന്നെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളൊരു മോർണിംഗ് വാക്കിനിറങ്ങി. ചിന്നൂസ് ഹോട്ടലിലെ പ്രഭാത ഭക്ഷണം വളരെ രുചികരമായിരുന്നു. പട്ടണത്തിലെ മായങ്ങളൊന്നും ചേരാത്ത നല്ല ഗ്രാമീണ ഭക്ഷണം. അതുപോലെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂവും അടിപൊളിയായിരുന്നു. പ്രകൃതി രമണീയമായ വാഗമണിലേക്കുള്ള യാത്ര നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കരിമ്പാറ അരിഞ്ഞിറങ്ങിയ റോഡുകളും കോടമഞ്ഞ് മൂടിയ മലനിരകളും. ഈരാറ്റുപേട്ട പീരുമേട് ഹൈവേയിൽ വെള്ളിക്കുളം മുതൽ വഴിക്കടവ് വരെ 6 കിലോമീറ്റർ ദൂരം പാറക്കെട്ടുകളിൽ അരിഞ്ഞിറങ്ങിയ റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് വാഗമണിൽ എത്തുന്നത്. ബെന്നി ബ്രോയും ലിഷയും ഒരുമിച്ചായിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വാഗമൺ യാത്ര. ഞങ്ങൾ ആദ്യമായിട്ടാണ് വാഗമൺ വരുന്നതെങ്കിലും ബെന്നിയും ലിഷയും നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ പ്രസിദ്ധമായ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജുള്ള അഡ്വഞ്ചർ പാർക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ₹25 ഈ പാർക്കിലേക്കുള്ള എൻട്രൻസ് ഫീ. എൻട്രൻസ് ഗേറ്റിൽ നിന്നും ഒരു 200 മീറ്റർ മുന്നോട്ട് പോരുമ്പോൾ വലതുവശത്തായി ഒരു അടിപൊളി ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ മുന്നോട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നത് ഈ വഴിയായിരുന്നില്ല. മനോഹരമായ ഒരു ഗാർഡൻ അങ്ങനെ എനിക്ക് മിസ്സായി. കട്ട വിരിച്ച പാതയിലൂടെയാണ് ഇനി സഞ്ചാരം. അതുകൊണ്ട് തന്നെ സുഗമമായ ഒരു യാത്രയല്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പാകത്തിന്, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ പാകത്തിന് ഉൾക്കാഴ്ചയോടെയുള്ള വികസനവും വൃത്തിയുള്ള സുന്ദരമായ മലയോര വീഥികളും നമുക്ക് അനിവാര്യമാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് നിരവധി ആക്ടിവിറ്റീസാണ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്.
ഇത് ബോട്ടിങ്ങിൻ്റെ സെൻ്ററാണ്. ഇന്നിവിടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്തോ രാവിലെ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കൊന്നും ഇവിടെയില്ല. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് അറിയാതെയാണ് ഞങ്ങൾ വന്നത്. ആകെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും കാര്യമായ മഴയൊന്നും ഇല്ല കേട്ടോ. ഇത് കിഡ്സ് പാർക്കാണ്. നിർമ്മാണ വേളയിൽ ഒത്തിരി പണം മുടക്കി നിർമ്മിച്ചതാണെന്ന് കണ്ടാൽ അറിയാം. പക്ഷേ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ പല കളിക്കോപ്പുകളും നശിച്ചു കിടക്കുകയാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളും ഇവിടെ കാണാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇൻഡോസിസ് പ്രൊജക്റ്റിൻ്റെ കന്നുകാലി വളർത്തൽ കേന്ദ്രം മാത്രമാണ്. അത് അഡ്വഞ്ചർ പാർക്ക് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് 250 രൂപയാണ് റേറ്റ്. അതൊരു വാച്ച് ടവറാണ്. 5 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള വാച്ച് ടവർ. 10:45 ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഞങ്ങൾക്ക് കിട്ടിയ സമയം. അപ്പോഴേക്കും ഈ വാച്ച് ടവറിൽ കയറി വ്യൂ ഒക്കെ കണ്ടിട്ട് വരാമെന്ന് ഞങ്ങൾ കരുതി. ഇവിടെ നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. ദൂരെ നമുക്ക് സ്കൈ ബ്രിഡ്ജ് കാണാം. ജയൻറ്റ് സ്വിംഗ്, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ, പാരാഗ്ലൈഡിംഗ്, അങ്ങനെ സാഹസികതയെ പ്രണയിക്കുന്നവർക്ക് പറുദീസയാണ് ഇവിടം. ഇന്ന് യെല്ലോ അലർട്ട് ആയതുകൊണ്ടാണോ എന്തോ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല മിക്കതും. യെല്ലോ അലർട്ട് ആണെങ്കിലും ദീപാവലി ഹോളിഡേ ആയതിനാൽ വാഹനങ്ങൾ ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജയൻറ്റ് സ്വിംഗ് ആണ്. അതിലേക്ക് പോകാനുള്ള പാത്താണത്. ആകാശത്തിലേക്ക് പറന്നുയരാനുള്ള ഊഞ്ഞാൽ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇപ്പോൾ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് സ്കൈ സൈക്ലിങ്ങിൻ്റെ സെൻ്ററാണ്. ഇവിടെ നിന്ന് ആ വ്യൂ പോയിൻറ്റിലേക്കാണ് സ്കൈ സൈക്ലിംഗ്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ദൂരെ നിന്നുള്ള വ്യൂ. 2 വർഷമേ ആയിട്ടുള്ളൂ ഇതിവിടെ ആരംഭിച്ചിട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് എന്ന് പേര് ഇതിനുണ്ടെങ്കിലും ഇതിനേക്കാൾ നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ വിശാഖപട്ടണത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിൽ ഒത്തിരി വിനോദസഞ്ചാര പദ്ധതികൾ വാഗമണിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത്ര മനോഹരിയായ പ്രകൃതിയെ ലോക ജനതയ്ക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. ടൂറിസത്തോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസനവും.
ഉൾക്കാഴ്ചയോടെയുള്ള ഒരു വികസനം അനിവാര്യമാണ്. വൃത്തിയില്ലായ്മ നമ്മുടെ നാടിൻ്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞോ എന്തോ. എവിടെയും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഒരു ബോധവൽക്കരണം എന്തായാലും അനിവാര്യമാണ്. ഞങ്ങൾ വാച്ച് ടവറിന് അടുത്തെത്തി കേട്ടോ. 5 നില ഉയരമുള്ള ഈ വ്യൂ പോയിന്റിൽ നിന്നുമുള്ള വാഗമണിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമൺ അതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിക്ക് പേരുകേട്ടതാണ്. ഒരു കാലത്ത് മുട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റും ഒക്കെയായിരുന്നു വാഗമണിൻ്റെ പ്രധാന അട്രാക്ഷൻസ്. 2013 മുതൽ ഈ കോലാഹലമേടിലുള്ള അഡ്വഞ്ചർ പാർക്ക് ഫേമസ് ആയി. കിഡിലൻ റൈഡുകളും അഡ്വഞ്ചർ ടൂറിസവും ഒക്കെയായി വാഗമൺ ഇടുക്കിയിലെ നമ്പർ 1 ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. ദൂരെ മലകൾക്കിടയിൽ നിന്നും നുരഞ്ഞു പൊന്തുന്ന തൂവെണ്മയാർന്ന മഞ്ഞ്. ഇത് സ്കൈ സൈക്ലിങ്ങിന് ഉപയോഗിക്കുന്ന സൈക്കിളുകളാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാകാം ഇന്ന് ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ല. ദൂരെ നമുക്ക് ഈ സൈക്കിൾ റൈഡ് ചെയ്ത് എത്തുന്ന സ്ഥലം കാണാം. താഴെ നമ്മൾ ജയന്റ് സ്വിങ്ങിൻ്റെ അടുത്ത് കണ്ടില്ലേ, അത്. യെല്ലോ അലർട്ട് ആണെങ്കിലും വാഹനങ്ങൾ നിരനിരയായി എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നാൽ ഈ അഡ്വഞ്ചർ പാർക്കിലുള്ള ആക്ടിവിറ്റീസിൻ്റെ സമഗ്രമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ വാച്ച് ടവറിൻ്റെ ഈ വ്യൂ പോയിന്റിൽ നിന്നുമുള്ള വാഗമണിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാഗമൺ അതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിക്ക് പേരുകേട്ടതാണ്. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇനി അവിടേക്ക് എത്തിച്ചേരണം. 10:45 മണിയാണ് ഞങ്ങൾക്ക് തന്ന സമയം. ഞങ്ങൾ വന്നപ്പോഴത്തെ പോലെയല്ല, ഇപ്പോൾ നിറയെ ആളുകളായി. ഒരുപക്ഷെ യെല്ലോ അലർട്ട് എന്നറിയാതെ വന്നവരായിരിക്കാം. അല്ലെങ്കിൽ യെല്ലോ അലർട്ട് ആണെങ്കിലും മഴയില്ലല്ലോ എന്ന് കരുതി വന്നതാകാം. ഏതായാലും വാഗമൺ വീണ്ടും ടൂറിസ്റ്റുകളാൽ സജീവമായി. എത്ര കണ്ടിട്ടും മതിവരാത്ത പ്രകൃതിയെ ഒരിക്കൽ കൂടി മുകളിൽ നിന്ന് ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ആ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് പോകേണ്ടത്. താഴേക്കുള്ള വഴി കട്ട വിരിച്ചതാണ്. പിടിച്ചിറങ്ങാനുള്ള സൗകര്യമുണ്ട്. എങ്കിലും അരികൾ പൂച്ചെടികൾ കൊണ്ട് അലങ്കരിക്കാമായിരുന്നു. പ്രകൃതിയെ അധികം ഹനിക്കാതെ മനോഹരിയായ പ്രകൃതിയെ ആസ്വദിക്കാൻ, ലോക വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ഉൾക്കാഴ്ചയോടെയുള്ള ഒരു വികസനം അനിവാര്യം തന്നെയാണ്.
10:30 മണിയോടെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തെത്തി. ഇനി ഊഴം കാത്തു നിൽക്കണം. 10-12 പേരെ മാത്രമേ അറ്റ് എ ടൈം ബ്രിഡ്ജിലേക്ക് കടത്തിവിടുകയുള്ളൂ. 40 മീറ്റർ നീളമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിനുള്ളത്. കേരളത്തിലെ ആദ്യത്തെ കാൻഡിലിവർ സ്കൈവാക്ക് ഗ്ലാസ് പാലമാണ് ഇത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 40 mm ഗ്ലാസിൻ്റെ 5 പാളികൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 35 ടൺ സ്റ്റീലും. മെറ്റൽ കൊണ്ട് നിർമ്മിച്ച മറ്റൊരു സേഫ്റ്റി തട്ട് കൂടി ഈ ബ്രിഡ്ജിന് താഴെ ഉണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജിൽ കയറുന്നതിന് 250 രൂപയാണ് ചാർജ്. ആദ്യം ഇത് 500 രൂപയായിരുന്നു. ഇപ്പോൾ അത് കുറച്ചതാണ്. ഇവിടെയുള്ള ഓരോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. മിനിറ്റ് നേരമേ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാൻ അനുവദിക്കൂ. സംഭവം അടിപൊളിയാണെങ്കിലും താഴേക്ക് നോക്കിയാൽ കുറച്ച് പേടി തോന്നും കേട്ടോ. പിന്നെ നല്ല കാറ്റുമുണ്ട്. ഇവിടെ രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. തിരക്ക് കുറവായിരിക്കും. കൂടാതെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റ് ഉണ്ടായിരിക്കും. എന്തായാലും വാഗമണിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വയനാട് 900 കണ്ടിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ 30 മീറ്ററാണ് നീളം. വാഗമണിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ 40 മീറ്റർ നീളമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നിവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും 50 മീറ്റർ നീളത്തിൽ വിശാഖപട്ടണത്ത് ഗ്ലാസ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞു കേട്ടോ. ശക്തിയായ കാറ്റുള്ളത് കൊണ്ട് വാഗമൺ ഒരു പാരാഗ്ലൈഡിംഗ് സെൻറ്റർ കൂടിയാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്തോ മിക്ക അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഇന്ന് ഓപ്പൺ ആയിരുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി വയ്ക്കണം. 5 മിനിറ്റ് നേരമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാനുള്ള സമയം. ദൂരെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതിൻ്റെ അടുത്തായിട്ട് ജയൻറ്റ് സ്വിംഗ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത് ഞങ്ങൾ കയറിയ 5 നില ഉയരമുള്ള വാച്ച് ടവർ. എല്ലാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കൂടുതൽ പേർ ഉള്ളത് കൊണ്ടാകാം ആർക്കും കാര്യമായ പേടിയൊന്നുമില്ല. എല്ലാവരും ഇവിടെ ആഹ്ലാദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെയാണ്. ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി പൈൻ ഫോറസ്റ്റ് ആണ് അടുത്ത ലക്ഷ്യം. വാഗമണിൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൈൻ ഫോറസ്റ്റ്. നിരനിരയായി നട്ടു വളർത്തിയ പൈൻ മരങ്ങളുടെ ഒരു കാടാണ് പൈൻ ഫോറസ്റ്റ്. വാഗമൺ സെന്ററിൽ നിന്നും 5 കിലോമീറ്റർ ഉണ്ട് പൈൻ വാലിയിലേക്ക്. ഫുൾ മൊട്ടക്കുന്നായി കിടന്നിരുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പേപ്പർ നിർമ്മാണത്തിനായി വെച്ചുപിടിപ്പിച്ചതാണ് ഈ പൈൻ മരങ്ങൾ. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ഒരു ഫേവറേറ്റ് ലൊക്കേഷനായി മാറിക്കഴിഞ്ഞു നിരനിരയായി നട്ടു വളർത്തിയ ഈ പൈൻ മര കൂട്ടം. നല്ല ഭംഗിയായി ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് നൽകുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. 350 രൂപ മുതലാണ് നിരക്ക്. ഈ കാണിച്ച പോലെ ഫ്രെയിം ചെയ്ത് തരുന്നതിന് 1300 രൂപ ഈടാക്കും. സാധാരണയേക്കാൾ തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ. സ്വച്ഛതയും ശാന്തതയും ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം പറുദീസയാണ്. ഒത്തിരി സമയം നമുക്കിവിടെ ചെലവഴിക്കാൻ കഴിയും. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടം. ഇത്രയും പക്ഷികളെ ഇവിടെ ഐഡന്റിഫൈ ചെയ്തതായി ഈ ബോർഡ് നമ്മോട് പറയുന്നു. അതായത് ഒന്നാന്തരം ഒരു പക്ഷി സങ്കേതം കൂടിയാണ് ഇവിടം.
വന്നും പോയും കൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികൾ. ഇവിടം എപ്പോഴും തിരക്കാണ്. ിലേക്കുള്ള വഴിയിൽ ധാരാളം കച്ചവട സ്റ്റോളുകളും കരകൗശല ഐറ്റംസും ഉണ്ട്. വാഗമണിൻ്റെ തനതായ തേയിലപ്പൊടികൾ നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ കഴിയും. ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ വലിയൊരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നറിയപ്പെടുന്ന വാഗമൺ മെഡോസ് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ കയറുന്നതിനും ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ബോട്ടിങ്ങിനും സിപ്പ് ലൈനും ഒക്കെ ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുക്കി വെച്ചതുപോലെയുള്ള കുന്നുകൾ നിറഞ്ഞ പ്രദേശമാണ് ഈ മെഡോസ്. മനോഹരമായ പുൽത്തകിടികൾ നിറഞ്ഞ കുന്നുകളാണ് പ്രധാന ആകർഷണം. മുട്ടക്കുന്നുകൾക്ക് നടുവിലായി ഒരു ചെറിയ തടാകമുണ്ട്. അവിടെ ബോട്ടിങ്ങിന് സൗകര്യമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നാം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇന്ന് സിപ്പ് ലൈനും ബോട്ടിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒന്നും ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ടും ഇടയ്ക്കിടെ മഴ പെയ്തിരുന്നത് കൊണ്ടും ഇടിമിന്നൽ അഫക്റ്റ് ചെയ്യുന്ന പ്രദേശമാണ് ഇത് എന്നറിഞ്ഞതുകൊണ്ടും ഞങ്ങൾ അകത്ത് പ്രവേശിക്കാതെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ഇവിടെയും വഴിയോര കച്ചവടം നല്ല ഉഷാറായി നടക്കുന്നുണ്ട്. കുരിശുമലയാണ് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന വാഗമണിലെ 2 പ്രധാന മലകളാണ് മുരുകൻ മലയും കുരിശുമലയും. മനോഹരമായ പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും മലനിരകളും താഴ്വരയുടെ വിശാലമായ കാഴ്ചയുമാണ് ഇവിടെ ഉള്ളത്. വാഗമൺ സെൻറ്ററിൽ നിന്നും 3.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. വാഗമൺ കുരിശുമല എന്നത് ക്രിസ്ത്യാനികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ പള്ളി ഓഫീസിനടുത്തായി ഒരു ചെറിയ പള്ളിയുണ്ട്. അതിന് ഓപ്പോസിറ്റായി ഈശോയുടെ ഒരു രൂപം, അതുപോലെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ, പിന്നെ സെയിൻറ്റ് തോമസിൻ്റെ ഒരു രൂപവും. അവിടേക്ക് കയറാൻ കുറേ സ്റ്റെപ്പുകൾ ഞങ്ങൾ അവിടെ കണ്ടു. ഒരു ചെറിയ മലയുടെ മുകളിലായാണ് സെയിൻറ്റ് തോമസിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ ദൂരെ കാണുന്നതാണ് കുരിശുമല. നോമ്പുകാലത്ത് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്തപ്പെടുന്ന കുരിശിൻ്റെ വഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പ്രാരംഭ പ്രാർത്ഥന പള്ളിയിൽ നിന്ന് ആരംഭിക്കും. തുടർന്നുള്ള 14 സ്ഥലങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ക്രിസ്ത്യാനികൾ ഈ മല കയറുന്നു. ധാരാളം തീർത്ഥാടകർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. മലമുകളിൽ നിന്നുള്ള വാഗമൺ വ്യൂ അതിഗംഭീരമാണ്. ഇത് പള്ളി ഓഫീസും അതിനപ്പുറം പള്ളിയും. സെയിൻറ്റ് തോമസ് ചർച്ചാണിത്. ഒരു ചെറിയ പള്ളിയാണ് ഇവിടെ. ഇവിടെ നിന്നാണ് കുരിശിൻ്റെ വഴിയുടെ പ്രാരംഭ പ്രാർത്ഥന ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ കുർബാന ഉണ്ടാകാറുള്ളൂ.
കേട്ടോ. നേരെ ഓപ്പോസിറ്റായി മുരുകൻമല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള കയറ്റം കുറച്ച് കഠിനമാണ്. ഇടയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാലും ഇന്ന് അവധി കഴിയും എന്നതിനാലും ഞങ്ങൾക്കിന്ന് തിരിച്ചു പോകാതെ വയ്യ. അവിടെയാണ് മുരുകൻമല സ്ഥിതി ചെയ്യുന്നത്. യെല്ലോ അലർട്ടാണെങ്കിലും കുരിശുമലയിൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. വാഹനങ്ങൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യമായി കാണുന്നു. തിരിച്ചു പോരുന്ന വഴിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിഗംഭീരം തന്നെയാണ്. ഒരു ടേണിങ്ങിലാണ് ഈ വ്യൂ പോയിന്റ് എന്നതിനാൽ തന്നെ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ഒന്ന് നിർത്തിയിട്ടേ പോവുകയുള്ളൂ. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണോ എന്തോ ഇതൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ, കരിമ്പാറകൾ വെട്ടിയൊരുക്കിയ വഴിയിലൂടെയാണ് താഴേക്കുള്ള യാത്ര. ഇനിയുമുണ്ട് വാഗമണിൽ ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ. തങ്ങൾപ്പാറ, വാഗമൺ ലേക്ക്, പാലൊഴുകും പാറ വെള്ളച്ചാട്ടം, തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്ര, ഫാക്ടറി, ഡയറി ഫാമുകളെല്ലാം ഞങ്ങൾക്ക് മിസ്സായി. വാഗമണിന് അടുത്ത് തന്നെയാണ് ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ മേട്, പാഞ്ചാലിമേട് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇനിയൊരു അവസരം കിട്ടിയാൽ തീർച്ചയായും കൂടുതൽ ദിവസങ്ങൾ ഇവിടെ ചെലവിട്ട് ഈ സ്ഥലമെല്ലാം ആസ്വദിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.